വെൽക്കം ടു എവരി വൺ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്രത്തെക്കുറിച്ചാണ്. ഭൂമിശാസ്ത്രം എന്താണ്? ഭൂമിശാസ്ത്രം എന്താണ്? ഭൂമി എന്താണ്? ഭൂമിയുടെ ഘടന എന്താണ്? അന്തരീക്ഷം, ഭൗമാന്തരീക്ഷം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായ, അതായത് ബേസിക് എന്ന് പറയുന്ന കുറച്ച് നിങ്ങൾക്കും എനിക്കും അറിയാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഭൂമിശാസ്ത്രം? അത് നോക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഭൂമി എന്താണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നു. സൂര്യനിൽ നിന്നും ചുറ്റുന്ന മൂന്നാമത്തെ ഗ്രഹമാണ് ഭൂമി. നമുക്കറിയാം, സൂര്യനിൽ നിന്നും ചുറ്റുന്ന മൂന്നാമത്തെ ഗ്രഹമാണ് ഭൂമി. അതിൻ്റെ ലാറ്റിൻ വേർഡ് ടെറ എന്ന് പറയും. നമ്മൾക്കറിയാം, ഭൂമിയിൽ 71% ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. 71% ജലമാണ്, സമുദ്രങ്ങളാണ്, വെള്ളം. ഇതിൽ ഭൂമി ഏകദേശം 454 കോടി വർഷം പഴക്കമുള്ളത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ അറിയിച്ചിരിക്കുന്നത്. ഈ ഭൂമിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഓസോൺ പാളിയില്ലേ, നമ്മൾ ഓസോൺ പാളിയും കാന്തമണ്ഡലവും ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ഡീപ്പായിട്ട് ഇനിയൊരു ക്ലാസ്സിൽ ഞാൻ പറയാം. എന്നാലിപ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഞാനത് ഓസോൺ പാളി എന്താണ് എന്ന് ഞാൻ വിവരിക്കുന്നില്ല. ഭൂമിയുടെ പ്രത്യേകതയിൽ ഓസോൺ പാളി എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകം വഹിക്കുന്നുണ്ട്. ഓസോൺ പാളിയും ഭൂമിയുടെ കാന്തമണ്ഡലവും ചേർന്നാണ് പുറത്തുനിന്ന് വരുന്ന ഹാനികരമായ കിരണങ്ങളെ തടയുന്നത്. പുറത്തുനിന്ന് വരുന്ന എന്ത് ഹാനികരമായ ഘടകങ്ങളാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. നമ്മുടെ ഭൂമിയിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കിരണങ്ങളും വാതകങ്ങളും അങ്ങനെ കുറേ ഏറെ നമ്മുടെ ഭൂമിയിൽ നിലനിൽപ്പുണ്ട്. അതിൽ നിന്ന് ഓസോൺ പാളി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ നല്ല ഊർജങ്ങളെയും കിരണങ്ങളെയും നമുക്ക് ഭൂമിയിലേക്ക് വിടുന്നു. എങ്ങനെ? അരിച്ചെടുത്തു വിടുന്നു. ഹാനികരമായ കിരണങ്ങളെ തടഞ്ഞ് നല്ല സൂര്യനിൽ നിന്നും കിട്ടുന്ന നല്ല കിരണങ്ങളെ അരിച്ചെടുത്ത് ഭൂമിയിലേക്ക് വിടുന്നു. അതുമൂലം ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽക്കാൻ വേണ്ടി അത് സഹായിക്കാൻ ചെയ്യുന്നു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂമിയുടെ ഘടനയാണ്. ഭൂമിയുടെ ഘടന അല്ലെങ്കിൽ ഭൗമഘടന എന്നതിനെ പറയും. 71% സമുദ്രജലവും ബാക്കിയുള്ള 29% ഭാഗവും ഭൂഖണ്ഡങ്ങളും ദ്വീപുകളുമായി നിറഞ്ഞതാണ് നമ്മളുടെ ഈ ഭൂമി. നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂമിയെ പ്രധാനമായിട്ടും, ഭൂമിയിൽ പല ഭാഗങ്ങളുണ്ടെങ്കിലും ഭൂമിയെ പ്രധാനമായിട്ടും നമ്മൾ 3 ഭാഗങ്ങളായിട്ട് വിഭജിക്കാം. അതിലൊന്നാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ആദ്യത്തെ ബാഹ്യപാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കം എന്ന് പറയുന്നത് ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം. ഇത് ഏകദേശം 0 മുതൽ 40 കിലോമീറ്റർ പരപ്പളവിലാണ് ഈ ഭൂവൽക്കം എന്ന് പറയുന്നത് ഇരിക്കുന്നത്. സിയാൻ, സിമ എന്നീ 2 ചെറുപാളികൾ ചേർന്ന ബാഹ്യപാളിയാണ് ഭൂവൽക്കം. ഇതൊക്കെ എന്താണെന്ന് വിശദമായി നമുക്ക് ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാവുന്നതാണ്. ഞാൻ ഈ ക്ലാസ്സിൽ അടിസ്ഥാനപരമായ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങൾ. അടുത്തത്, രണ്ടാമതായിട്ട് നമ്മൾ പുറക്കാമ്പ് എന്ന് പറയും. പുറക്കാമ്പ് എന്താണ്? പുറക്കാമ്പിൻ്റെ ഒരു സവിശേഷത എന്തെന്ന് പറഞ്ഞാൽ, നിക്കൽ നമുക്കറിയാം. നിക്കൽ, ഇരുമ്പ് എന്നിവ കൊണ്ട് നിർമ്മിച്ച പാളിയാണ് ഈ പുറക്കാമ്പ്. ഈ പുറക്കാമ്പിൽ പ്രധാനമായിട്ടും നിക്കലും ഇരുമ്പുമാണ് ഇരിക്കുന്നത്. ഏകദേശം 2900 മുതൽ 5150 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുകയാണ് ഈ പുറക്കാമ്പ്. മൂന്നാമത് അകക്കാമ്പാണ് ഏറ്റവും ഭൂമിയുടെ ഉള്ളിലുള്ള പാളിയാണ് ഈ അകക്കാമ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം ഇരുമ്പ് കൊണ്ടുള്ള പരലുകളാണ്. ഉയർന്ന മർദ്ദം കാരണം ഇത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഉയർന്ന മർദ്ദമാണ് ഈ അകക്കാമ്പിന് ഉള്ളിലുള്ളത്, അതുകൊണ്ടാണ് ഖരാവസ്ഥയിൽ കാണപ്പെടുന്നത്. അടുത്തത് നമ്മൾ ഭ്രമണവും
പരിക്രമണങ്ങളും നോക്കാം. ഭ്രമണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങൾ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഭൂമിയുടെ അച്ചുതണ്ടിൽ 23.4 ഡിഗ്രി ചെരിവിൽ 366.26 മടങ്ങ് സമയദൈർഘ്യം കൊണ്ട് ഭൂമി സൂര്യന് ചുറ്റി ഒരു തവണ പരിക്രമണം ചെയ്യുന്നു. അതായത് സൂര്യനെ ചുറ്റി ഭൂമി പരിക്രമണം ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം 366.26 സമയം 366.26 മടങ്ങ് സമയദൈർഘ്യമാണ് 23.4 ഡിഗ്രി ചെരുവിൽ ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്നുകൊണ്ട് ഭൂമി സൂര്യന് ഒരു തവണ പരിക്രമണം ചെയ്തു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്തത് ഭൗമാന്തരീക്ഷം. ഭൗമാന്തരീക്ഷം എന്ന് വെച്ചാൽ എന്താണ്? ഭൗമാന്തരീക്ഷം എന്ന് പറയുന്നത് എർത്ത് അറ്റ്മോസ്ഫിയർ അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഒരു വായുമണ്ഡലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൗമാന്തരീക്ഷം അഥവാ എർത്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വായു, ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാം വായു എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് വായു എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. എന്നാലും വായു എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വാതകങ്ങളുടെ ഒരു മിശ്രിതമാണ്. എല്ലാ വാതകങ്ങളുടെയും ചില വാതകങ്ങളുടെ മിശ്രിതമാണ് ഈ വായു എന്ന് പറയുന്നത്. ആ വായുവിൻ്റെ എന്തൊക്കെ വാതകങ്ങളുടെ മിശ്രിതമാണ് വായുവിലുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നൈട്രജൻ ഉണ്ട്. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സിജൻ, ആർഗൺ പോലെയുള്ള ഉത്കൃഷ്ടവാതകങ്ങളുടെ മിശ്രിതം. ഇവയെല്ലാം ചേരുന്നതാണ് വായു. എന്തൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ പോലെയുള്ള ഉത്കൃഷ്ടവാതകങ്ങളുടെ മിശ്രിതമാണ് വായു. ഇനി വായുവിൽ നൈട്രജൻ എത്ര ശതമാനമുണ്ട് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 78.08% നൈട്രജൻ ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഓക്സിജൻ എത്ര ശതമാനമുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ 20.95% ഓക്സിജൻ ഉണ്ട്. ആർഗൺ അതുപോലെയുള്ള ഇത് 0.93%ഉള്ളത്. മറ്റുള്ള വാതകങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 0.04% ഉള്ളത്. ഇനി വളരെ ചെറിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, മീഥേൻ, ഓസോൺ, നീരാവി എന്നിങ്ങനെ കാണപ്പെടുന്ന വളരെ ചെറിയ അളവിൽ കാണപ്പെടുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, മീഥേൻ, ഓസോൺ, നീരാവി തുടങ്ങിയവ. ഇനി ഓസോണിൻ്റെ പ്രധാന ഘടന എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അൾട്രാവയലറ്റ് രശ്മികളെ അരിച്ചെടുത്ത് ഭൂമിയിലേക്ക് വിടുന്നു. അത് നമുക്കറിയാവുന്നൊരു കാര്യങ്ങളാണ് അല്ലേ? ഇനി നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നമുക്ക് വൺ വേഡ് വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ വരുന്ന PSCയിൽ നമുക്ക് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൺ വേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൂട്ടാം. വായുവിൻ്റെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം. വായുവിൻ്റെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്കൽ. അത് PA എന്ന് ഇങ്ങനെ ഷോർട്ടായിട്ട് എഴുതും. വായുവിൻ്റെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഏകകമാണ് പാസ്കൽ. അത് വൺ വേഡ് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, ഭൂമിശാസ്ത്രത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി വരും ക്ലാസ്സുകളിൽ ഇതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള പഠനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.